നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ M.T. തോമസ് അവരുടെ ദേഹവിയോഗത്തോടനുബന്ധിച്ചൊരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം തന്ന സാവകാശത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട പാസ്റ്റർ സെൻട്രൽ പാസ്റ്ററായിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സഭയ്ക്കുമെല്ലാം പാസ്റ്ററുടെ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ഇതായിരുന്നു ഓരോ വിശ്വാസിയെക്കുറിച്ചും പാസ്റ്റർ M.T. തോമസ് അവരുടെ പ്രാർത്ഥന. ഈ വാക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്. ഈ വചനം ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാസ്റ്ററും അങ്ങനെ തന്നെ ഓരോരുത്തരെ നടത്തുന്ന കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. ആത്മീയമായി ശുഭമായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള നല്ല ബന്ധത്തെയും സമാധാനത്തെയും അത് സൂചിപ്പിക്കുന്നു. ഓരോ ദൈവപൈതലും ദൈവവുമായി നല്ല ബന്ധത്തിലും സമാധാനത്തോടെ കൂടെ ഇരിക്കണമെന്ന് പാസ്റ്റർ ആലോചന പറയാറുണ്ട്. അതുപോലെ സകലത്തിലും ശുഭമായും, അതായത് ഭൗതികമായ നന്മ, അത് നമ്മുടെ പ്രവൃത്തികളിലും ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകേണ്ട പുരോഗതിയാണെന്നും അത് ഓരോ വിശ്വാസികളും അത് പ്രാപിക്കണമെന്നും പാസ്റ്റർ പ്രത്യേകം ഓരോ സ്റ്റഡിയിലും പറയാറുണ്ട്. ആരും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും അല്ല കഴിയേണ്ടത്. അവർ സകലത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പുരോഗതി പ്രാപിക്കേണ്ടവരാണ് എന്ന് തന്നെയാണ് പാസ്റ്റർ പഠിപ്പിച്ചിരുന്നത്. അതുപോലെ നീ സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള വചനത്തിൽ പറഞ്ഞത് ഇത് ശാരീരികമായ ആരോഗ്യം. സുഖമായിരിക്കുക എന്നത് രോഗമില്ലാത്ത ആരോഗ്യകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതും പാസ്റ്റർ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം എത്രത്തോളം കരുത്തുറ്റതാണോ അത്രത്തോളം തന്നെ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ ഉണ്ടാകണമെന്ന ആ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പ്രകടിപ്പിച്ചത്. അതേ ആഗ്രഹമാണ് സഭയിലെ ഓരോ ദൈവമക്കളെക്കുറിച്ചും ഈ പാസ്റ്റർ പ്രകടിപ്പിച്ചിരുന്നത്. ഈ വചനം അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനമായിരുന്നു. 3 യോഹന്നാൻ 1:2 പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും ആണിക്കല്ലായി അദ്ദേഹം അത് സ്വീകരിച്ചു. ആ വചനം വെറുമൊരു വായനയല്ല, മറിച്ച് തൻ്റെ വിശ്വാസികൾക്കായുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. മിക്കവാറും ദേവദാസന്മാർ ആത്മീയവിഷയങ്ങളിൽ ജനത്തെ നടത്തുവാൻ വളരെ ഉത്സാഹികളാണ്. എന്നാൽ ഈ പാസ്റ്റർ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പിരിച്വലി, ഫിസിക്കലി, മെൻ്റലി, എക്കണോമിക്കലി, എഡ്യൂക്കേഷണലി ആൻഡ് മെറ്റീരിയലി ഒരു കരുതലുള്ള ഇടയനായിരുന്നു. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കൾ നന്നായി പഠിക്കണം, കുടുംബം നല്ല നിലയിലെത്തണം, കുടുംബങ്ങൾ സാമ്പത്തികമായി ഉയരണം, ശാരീരികമായ ആരോഗ്യത്തോടുകൂടി ഇരിക്കണം എന്നെല്ലാം അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും അതനുസരിച്ചുള്ള മെസ്സേജുകൾ നൽകുകയും ചെയ്യാറുണ്ട്. അത് സ്തോത്രത്തിലൂടെയും പ്രഭാത ആരാധനയിലൂടെയും കുടുംബ ആരാധനയിലൂടെയും കുടുംബത്തിൽ സൂക്ഷിക്കുന്ന സമാധാനത്തിലൂടെയെല്ലാം എങ്ങനെ പരിപാലിക്കാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നമുക്ക് വെറുമൊരു പാസ്റ്റർ മാത്രമായിരുന്നില്ല. ഹി വാസ് എ ഗ്രേറ്റ് ടീച്ചർ. നല്ലൊരു അധ്യാപകനായിരുന്നു. സങ്കീർണമായ ദൈവവചനത്തെ ജീവിതത്തോട് ചേർത്ത് നമ്മെ പഠിപ്പിച്ചു. അദ്ദേഹം ഒരു നല്ല മോട്ടിവേറ്റർ ആയിരുന്നു. വീണുപോയ നിമിഷങ്ങളിൽ നമ്മെ കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. അത്രയും ആത്മാർത്ഥതയോടെ ജനത്തെ ഉപദേശിക്കാറുണ്ട്, പ്രചോദനം നൽകാറുണ്ട്. എ ട്രൂ ഗൈഡ് ആയിരുന്നു അദ്ദേഹം. ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒരു വഴിവിളക്കായി അദ്ദേഹം കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, അനേകം വിശ്വാസികളുടെ ജീവിതത്തിൽ. ഹി വാസ് എ വെൽ വിഷർ. തൻ്റെ സഭയിലെ ഓരോ അംഗത്തിൻ്റെ പുരോഗതിയിലും ആത്മാർത്ഥമായി സന്തോഷിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയായിരുന്നു. ഒരു കർത്തൃദാസൻ എന്നതിലുപരി നമ്മുടെ സകലവിധമായ ക്ഷേമത്തിനും, അതായത് ടോട്ടൽ വെൽബീയിങ്ങിന് വേണ്ടി പ്രയത്നിച്ച ഒരു നല്ല പിതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹം പകർന്നു തന്ന ആ വചനവും ദർശനവും എനിക്കും കുടുംബത്തിനും വളരെ അനുഗ്രഹമായിരുന്നു. തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ഗൈഡൻസും എനിക്ക് എൻ്റെ കുടുംബത്തിന് വളരെയധികം സഹായകരമായിരുന്നു. എൻ്റെ മകൻ IT മേഖലയിൽ ജോലി കിട്ടി ഇവിടെ ഈ ചെന്നൈയിലെ പെരുങ്കുടിയിൽ അതിൻ്റെ ഓഫീസിൽ ചെയ്യാൻ വന്നപ്പോൾ ആവശ്യമായ സഹായങ്ങൾ ഒരു പിതാവിൻ്റെ കരുതലോടെ ഈ പാസ്റ്റർ ചെയ്തു കൊടുത്തു.
ഈ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നല്ലൊരു ഇടയനെ തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. പകൽ നിൻവേല ചെയ്തു ജീവനെ വേടിഞ്ഞവർ, പകൽ നിൻവേല ചെയ്തു ജീവനെ വേടിഞ്ഞവർ, പകലില്ലത്തരാജി രാജരായി വണിടുമീ. ലക്ഷ്യമെല്ലാം കാണുമേ പ്രിയമാണവനേ, ലക്ഷ്യമെല്ലാം കാണുമേ പ്രിയമാണവനേ. എന്നേക്കേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുക്തിയിടാൻ, എന്നേക്കേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുക്തിയിടാൻ.